നെല്ലിൻ വിഹിതം വെട്ടിക്കുറച്ച നെല്ലിൻ വിഹിതം വെട്ടിക്കുറച്ച പിണറായി സർക്കാരെ ഞങ്ങളൊന്ന് പറഞ്ഞേക്കോ അന്നം നൽകിയതെ കൊണ്ട് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്യും ആരാണെന്ന് പറയുന്നത് കേർക്ക് അത് ഇവിടുത്തെ എൻ്റെ ണ്ട്
കർഷകരെ അന്നം നൽകും കർഷകരെ അന്നം നൽകും കർഷകരെ ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം അന്നം നൽകിയ കൈകൊണ്ട് ചെയ്യോ വോട്ട് കളിച്ചോ സൂക്ഷിച്ചോ വോട്ട് കളിച്ചോ സൂക്ഷിച്ചോ വോട്ട് കളിച്ചോ സൂക്ഷിച്ചോ വോട്ട് കളിച്ചോ സൂക്ഷിച്ചോ അങ്ങോട്ട് പോകാൻ പറയും അവിടെ കാണണ്ടേ അങ്ങോട്ട് പോട്ടെ ഫ്രണ്ടിലേക്ക് പോട്ടെ അവിടെ ഇവിടെ ബി ജെ പി ചേട്ടാ കുട വേണം ലൈവ് വേണം ഫോട്ടോ ലൈവ് ആരാധരായ സഹപ്രവർത്തകരെ വിനീത നമസ്കാരം. കർഷക മോർച്ചയുടെ കളക്ടറേറ്റ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ മാർച്ചിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി ശ്രീ അഭിലാഷിനെ ക്ഷണിക്കുന്നു. എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. നമുക്കറിയാം, ഇത്രയും വലിയ മഴ പെയ്തിട്ടും ആ മഴയെ ഒന്നും കൂസാതെ നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിഷേധ സമരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് കർഷകർ അണിനിരന്നിട്ടുള്ള ഈ പരിപാടി ഒരു വൻ വിജയമായി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കർഷക മാർച്ച് അല്ലെങ്കിൽ ഈ കളക്ടറേറ്റ് മാർച്ച് അതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കർമ്മനിരതനായിട്ടുള്ള കർഷക മോർച്ചയുടെ തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ശ്രീ എ രാജേഷ് ജി. അദ്ദേഹത്തിന് ഞാൻ ഈ സമരത്തിലേക്ക്, ഈ മാർച്ചിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ മാർച്ചിൽ, ഈ കർഷക മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കേറെ പ്രിയങ്കരനായിട്ടുള്ള, സുപരിചിതനായിട്ടുള്ള, കർഷക മോർച്ചയുടെ ആരാധ്യനായിട്ടുള്ള ആ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഹാജി രാഘവൻ അവർകളാണ്. അദ്ദേഹത്തിന് ഞാൻ കർഷക മോർച്ചയുടെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഒരു വൻ വിജയമാക്കാൻ വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ കർഷക മോർച്ചയുടെ അല്ലെങ്കിലും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റ് ജില്ലാ അധ്യക്ഷൻ
കർമ്മയോഗിയായിട്ടുള്ള യുവാക്കളുടെ ഹരമായിട്ടുള്ള ആ ജസ്റ്റിൻ ജേക്കബ് പ്രവർകൾ അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള കേരളം മുഴുവൻ അറിയപ്പെടുന്ന തൃശൂർ ജില്ലയുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ നാഗേശേട്ടൻ, അദ്ദേഹം എറണാകുളം മേഖലയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ കർഷക മോർച്ചയുടെ വൈസ് പ്രസിഡന്റായിട്ട് ഉള്ള രവീന്ദ്രൻ ചക്കോത്ത്, അദ്ദേഹം കോഴിക്കോട് നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഹൃദയപൂർവ്വം ഈ മാർച്ചിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സൈജേട്ടൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു നേതാവാണ്. അദ്ദേഹം ഈ മാർച്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഷൈജൻ നമ്പരത്ത്, അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മയോഗിയായിട്ടുള്ള സജീവനമ്പാടത്ത്, അദ്ദേഹം റവന്യൂ ജില്ലയുടെ കർഷക മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം സംസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിനും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. എല്ലാ സഹപ്രവർത്തകർക്കും, എല്ലാ സജ്ജനങ്ങൾക്കും, എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാർക്കും ഈ മഴയത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട്, ഈ മഴയത്തെ പോലും കൂസാതെ ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കർഷക സുഹൃത്തുക്കൾക്കും, മുഴുവൻ അമ്മമാർക്കും, മുഴുവൻ സജ്ജനങ്ങൾക്കും, മുഴുവൻ കർഷക മോർച്ചയുടെ കർമ്മയോഗികൾക്കും എല്ലാവർക്കും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ആരാധനായ ഈ മാർച്ചിന്റെ ഉദ്ഘാടകൻ കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാജിയേട്ടൻ, ഈ മാർച്ചിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന പാർട്ടിയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ ശ്രീ ജസ്റ്റിൻ ചേട്ടൻ, പാർട്ടിയുടെ എറണാകുളം മേഖലാ അധ്യക്ഷൻ ശ്രീ നാഗേശേട്ടൻ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രേട്ടൻ, കർഷക മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രേട്ടൻ, കർഷക മോർച്ച സംസ്ഥാന നേതാക്കളായ സൈജൻ നമ്പരത്ത്, സജീവൻ അമ്പാടത്ത്, കർഷക മോർച്ച നോർത്ത് സൗത്ത് ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ അഭിലാഷ്, രാജേഷ്, പാർട്ടിയുടെയും മോർച്ചയുടെയും നേതാക്കളെ, കർഷക സുഹൃത്തുക്കളെ, വിനീത നമസ്കാരം. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നമുക്കറിയാൻ സാധിക്കും. അന്നം തരുന്ന കർഷകന് എന്നും ദുരിതം മാത്രമാണ് മാറി മാറി വരുന്ന ഈ കേരള സർക്കാർ സമ്മാനിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അന്നം തരുന്ന കർഷകരെ എന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഈ സർക്കാരിനെതിരായിട്ടാണ് ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടും കേന്ദ്രം ഓരോ സമയത്തും കർഷകനെ സഹായിക്കാൻ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിനെ പിറകോട്ടടിക്കുന്ന തരത്തിലുള്ള നയങ്ങളുമായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വരുന്നത്. എല്ലാ കാലഘട്ടത്തിലും വന്യമൃഗങ്ങളുടെ ശല്യം, നെൽകർഷകരുടെ ദുരിതങ്ങൾ, ഇതൊന്നും മറുതി വരുത്താൻ ഈ സർക്കാരിന് ഒരു നയമോ പദ്ധതിയോ ഉണ്ടായിട്ടില്ല. ഇതിനെതിരായിട്ടാണ് ജനസമക്ഷം ഈ കർഷകരുടെ ദുരിതം മുന്നോട്ട് കൊണ്ടുവരുന്നതിനും അതിനറുതി വരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് കർഷക മോർച്ച ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ആരാധനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാജിയേട്ടനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുടെ അവകാശ പോരാട്ടങ്ങൾ നടത്തി കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ രംഗത്തിൽ ഏറെ ശ്രദ്ധേയമായ ഭാരതീയ ജനതാ കർഷക മോർച്ച
നേതൃത്വം കൊടുക്കുന്ന ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും കർഷകമൂർത്തിയുടെയും നേതാക്കളായിട്ടുള്ള ശ്രീ നാഗേഷ്, ശ്രീ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ജസ്റ്റിൻ, കർഷകമൂർത്തിയുടെ നേതാക്കളായിട്ടുള്ള ശ്രീ രവീന്ദ്രൻ ചക്കൂത്ത്, സജീവൻ അമ്പാടത്ത്, ഷൈജൻ അമ്പരത്ത്, ഈ ജില്ലയിലെ കർഷകമോർച്ചയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ എ ജി രാജേഷ്, അഭിലാഷ്, ശ്രീ രാജേഷ്, മറ്റ് ജനറൽ സെക്രട്ടറിമാർ, കർഷകമോർച്ചയുടെ മണ്ഡലങ്ങളിലും അതേപോലെ തന്നെ താഴെ ഘടകങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കർഷക സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സൂചിപ്പിച്ച് കേരളത്തിൽ കഴിഞ്ഞ ഏറെക്കാലമായി കർഷകർക്ക് വേണ്ടി സമരം നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കർഷകമോർച്ചയെ സംബന്ധിച്ചിടത്തോളം ഈ പെരുമഴ പോലും ഒന്നുമല്ല എന്ന് തെളിയിച്ചുകൊണ്ടുള്ള വലിയ സമരമാണ് ഈ തൃശ്ശൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെരുമഴയ്ക്കും ഈ ആവേശത്തെ തണുപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ തൃശ്ശൂരിന്റെ ഈ ജില്ലാ ഭരണനേതൃത്വത്തിന് നടത്തുന്ന ഈ സമരത്തിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പിണറായി വിജയൻ കഴിഞ്ഞ 9 വർഷമായി, കഴിഞ്ഞ 10 വർഷമാകുമ്പോൾ അധികാരത്തിലെത്തിയിട്ട് ഈ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി, അതാണ് ശ്രീ പിണറായി വിജയൻ എന്നതാണ് സത്യം. ഇന്ന് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന നവംബർ 1 പിണറായി വിജയൻ വലിയ ആവേശത്തോടുകൂടി ഇവിടെ ഒരു പ്രഖ്യാപനം നടത്താൻ പോകുന്നുണ്ട്. അതിദാരിദ്ര്യ വിമുക്ത കേരളമെന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തെ പറ്റി. പ്രിയപ്പെട്ട പിണറായി വിജയ, താങ്കൾ പാലക്കാട്ടും തൃശ്ശൂരും ആലപ്പുഴയിലുമുള്ള പാവപ്പെട്ടവന്റെ നെൽകർഷകരുണ്ടല്ലോ, അവരുടെ വീട്ടിലൊന്ന് പോയി നോക്കണം. എന്താണ് അതിദാരിദ്ര്യമെന്ന് നിങ്ങൾ തിരിച്ചറിയും. കാരണം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും 3 നേരം അന്നമൂട്ടുന്നതിന് വേണ്ടി പാടത്ത് പണിയെടുത്ത കർഷകൻ അവരിന്ന് പട്ടിണിയിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കയ്യില് ഒരു മുഴ കയറുമായി പാടവരമ്പത്തവൻ നിൽക്കുകയാണ് ആത്മഹത്യക്ക് വേണ്ടി. നമുക്കറിയാം, ഈ കഴിഞ്ഞ കൊയ്ത്ത് കഴിഞ്ഞിട്ട് കൂടിയും ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നെല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. സാധാരണ നിലയിൽ നെല്ല് സംഭരിച്ച് നെല്ല് പറമ്പിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കർഷകന്റെ നെഞ്ചിലൊരു ആധിയാണ്. കാരണം മഴ വന്നാൽ ഈ അധ്വാനം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കോരിച്ചെരിയുന്ന മഴയത്ത് സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് കർഷകരാണ് കേരളത്തിൽ ഇന്ന് എന്താ പറയാ നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടി കഴിയുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് നാളിതുവരെ നെല്ല് സംഭരണത്തിന്റെ ഒരു ചർച്ച പോലും തുടങ്ങിയിട്ടില്ല. കേരളത്തിലെ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഞങ്ങൾ നെല്ലുകളുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ യാഥാർത്ഥ്യമല്ല, ഇതുവരെയും വഞ്ചി ദിനക്കരെ അടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഒരു കൃഷിമന്ത്രിയുണ്ട് പ്രസാദിനോട് കർഷകരെ അയച്ചു. അല്ല സാറേ, അല്ല മന്ത്രി, എന്തെടുക്കും ഞങ്ങളുടെ നെല്ല്? എന്താ മന്ത്രി പറഞ്ഞതെന്നറിയാവോ? അതെന്റെ വകുപ്പല്ല, അത് ഭക്ഷ്യവകുപ്പാണ്. അനിലാണ് എന്റെ മന്ത്രി. CPIയിലെ അനിൽ തന്നെയാണ് എന്റെ മന്ത്രി, അദ്ദേഹമാണ് ചെയ്യേണ്ടതെന്നാണ്. ഇന്നലെ പത്രക്കാരും ഞാൻ അനിലിനോട് ചോദിച്ചു, എന്താ അനിലെ പ്രശ്നം? എന്താ ബഹുമാനപ്പെട്ട മന്ത്രി പ്രശ്നം? എന്തേ പാവപ്പെട്ട കേരളത്തിലെ കർഷകന്റെ നെല്ല് നിങ്ങൾ എന്താ സംഭരിക്കാത്തത്? എന്താ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നറിയാമോ? കേരളത്തിലെ ധനമന്ത്രി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കർഷകരിൽ ആരോട് പോയി ചോദിക്കും? കൃഷിമന്ത്രിയോട് ചോദിക്കാം, ഭക്ഷ്യമന്ത്രിയോട് ചോദിക്കാൻ പറയും, ഭക്ഷ്യമന്ത്രി പറയും, ധനമന്ത്രിയോട് ചോദിക്കാൻ പറയും. ഇതുവരെയും നെല്ലിന്റെ താങ്ങുവില പോലും കേരളത്തിൽ നിശ്ചയിച്ചിട്ടില്ല, സംഭരണ വില കേരളത്തിൽ നിശ്ചയിച്ചിട്ടില്ല. ഇങ്ങനൊരു ഗതികേട് കേരളത്തിൽ നെല്ല് സംഭരണത്തിന്റെ വില പോലും നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ നെല്ല് കൊയ്തിട്ടാൽ നിങ്ങൾ വന്ന് സംഭരണം നടത്തും, ഇതൊന്ന് എടുക്കണം. എടുത്തതിന് ശേഷം നിങ്ങൾ എന്താണോ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്, നെല്ല് സംഭരണത്തെ സംബന്ധിക്കുന്നത് എന്താണോ കേന്ദ്രവുമായി ഒപ്പിട്ടിരിക്കുന്ന അതനുസരിച്ച് 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ കേന്ദ്രവും നെല്ല് സംഭരണത്തെ സംബന്ധിച്ചുണ്ടാക്കിയ